2024 മെയ് മാസത്തിൽ ഞാനും ഷീലയും അസർബൈജാൻ, അർമേനിയ, ജോർജിയ എന്നീ 3 സ്ഥലങ്ങൾ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുകയുണ്ടായി. ആദ്യമായി എത്തിയത് അസർബൈജാൻ ആയിരുന്നു. അസർബൈജാനെ പറ്റി പറയുകയാണെങ്കിൽ, ദുബായിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ അവരുടെ തലസ്ഥാനമായ ബാക്കു ആ സിറ്റിയിലെത്താൻ സാധിക്കും. അസർബൈജാന്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ അത് ഒട്ടോമൻ തുർക്കികൾ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു. അതിനുശേഷം റഷ്യ സാമ്രാജ്യം, സാർ ചക്രവർത്തിമാരുടെ കാലത്ത് മുതലേ റഷ്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അതിനുശേഷം USSR ഫോം ചെയ്തപ്പോൾ എഗെയിൻ USSRന്റെ കീഴിലായിരുന്നു. പിന്നീട് റഷ്യ വിഭജിച്ചപ്പോൾ അതിന് സ്വാതന്ത്ര്യം ലഭിച്ചു. അസർബൈജാന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഏകദേശം 30 വർഷമോ മറ്റോ ആയിട്ടുള്ളൂ. അവിടുത്തെ ജനസംഖ്യ ആകെ 1 കോടിയോളം മാത്രമേ ഉള്ളൂ. അവരുടെ പ്രധാന വരുമാനം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അവിടെ ധാരാളമുണ്ട്. അത് ഏകദേശം 17-ാം നൂറ്റാണ്ട് മുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ തലസ്ഥാനമായ ബാക്കു സിറ്റി എല്ലാം കൊണ്ടും ഒരു മോഡേൺ സിറ്റിയാണ്. ഒരുപാട് ഉയർന്ന കെട്ടിടങ്ങളും തന്നെയല്ല, പുതിയ കെട്ടിടങ്ങൾ തന്നെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ അവിടുത്തെ ഫ്ലെയിം ടവർ കോംപ്ലക്സ് നമ്മളെ അത്ഭുതപ്പെടുത്തും. വളരെ ഉയരം കൂടിയ 3 ടവറുകൾ ഫ്ലെയിമിൻ്റെ ആകൃതിയിൽ, അതും രാത്രി ഫുള്ളായിട്ട് LED ലൈറ്റിങ്ങോട് കൂടിയിട്ട് നമ്മളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. അതുപോലെ ക്രിസന്റ് ഹോട്ടൽ കോംപ്ലക്സ്, അവിടുത്തെ ഒരു ഏറ്റവും പ്രധാന അട്രാക്ഷൻ അവിടുത്തെ ബാക്കു ബേ, അതൊരു മറൈൻ ഡ്രൈവ് പോലെ നെക്ലേസിൻ്റെ ആകൃതിയിൽ കാസ്പിയൻ സീയിലേക്ക് ഒരു വൃത്താകൃതിയിൽ കിടക്കുകയാണ്. രാത്രി സമയത്തൊക്കെ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഹൈദരാലി കൾച്ചറൽ സെൻറ്റർ എല്ലാവരെയും പ്രത്യേകം ആകർഷിക്കും. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുപോലെ കാർപ്പറ്റ് മ്യൂസിയം, ആ ടവർ ഒരു കാർപ്പറ്റിൻ്റെ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും. ബാക്കുവിൽ ഒരു ഓൾഡ് സിറ്റി ഏരിയ ഉണ്ട്. അവിടെ പഴയകാല കെട്ടിടങ്ങളും വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ വളരെ പഴക്കം ചെന്ന ഒരു ഫോർട്ട് കെട്ടിടം നമ്മളെ അത്ഭുതപ്പെടുത്തും. ബാക്കുവിന് പാരീസ് ഓഫ് ദി ഈസ്റ്റ് എന്നൊരു പേര് കൂടിയുണ്ട്. അവിടുത്തെ ഫൗണ്ടൻ സ്ക്വയറും അതുപോലെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും എല്ലാം കാണുമ്പോൾ അത് ശരിവയ്ക്കുന്നതാണ്. പക്ഷേ ഔട്ടർ ബാക്കു ഏരിയയിൽ നമുക്ക് ധാരാളം സ്ലംസ് പോലുള്ള കെട്ടിടങ്ങളും പാവപ്പെട്ടവരെയും കാണാം. അവിടെ ഡെമോക്രസിയാണ് നിലനിൽക്കുന്നത്. ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിംസാണ്. പക്ഷേ അധികം പേരും പർദ്ദയൊന്നും ധരിച്ച് കണ്ടില്ല. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. അസർബൈജാന് ലാൻഡ് ഓഫ് ഫ്ലെയിംസ് എന്നൊരു പേര് കൂടിയുണ്ട്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ മലമുകളിലെ തീ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് ലീക്ക് ചെയ്തിട്ട് തീ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത്. ബാക്കുവിൽ നിന്ന് കുറേ ദൂരം യാത്ര ചെയ്ത് യാനാർഡാഗ് എന്ന മലമുകളിലെത്തിയാൽ നമുക്ക് നേരിട്ട് കാണാം തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തീ ഇത്ര നാളായിട്ടും അണഞ്ഞിട്ടില്ല അത്രേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആട് മേയ്ക്കാൻ പോയ ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് മലമുകളിൽ ഇങ്ങനെ ഒരു തീ പ്രത്യക്ഷപ്പെട്ടത് കണ്ടെത്തിയത്. ബാക്കുവിൽ നിന്നും അടുത്തതായി ഞങ്ങൾ പോയത് ഗബാല എന്ന ഹിൽ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ബാക്കുവിൽ നിന്ന് ധാരാളം യാത്ര ചെയ്തിട്ടാണ് ഈ ഹിൽ സ്റ്റേഷനിൽ എത്തുന്നത്. ആ പോകുന്ന വഴിക്കെല്ലാം അസർബൈജാൻ്റെ കൃത്യമായിട്ടുള്ള പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. ധാരാളം മലനിരകൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, അത് കഴിഞ്ഞ് ഫൈനലി ഗബാല എന്ന ചെറിയൊരു ടൗണിലെ ഹിൽ സ്റ്റേഷനാണ്.
അവിടെ വിൻ്ററിലെ സ്കീയിങ് അതുപോലുള്ള സ്പോർട്സ് ഉണ്ട്. ഗബാലയിൽ ഒരു കേബിൾ കാർ റൈഡുണ്ട്. അങ്ങനെ നമ്മൾ മലയുടെ കുറേ കൂടി ഉയരങ്ങളിലേക്ക് എത്താം. അവിടുന്ന് നോക്കുമ്പോൾ വളരെ അകലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊക്കേഷ്യൻ പർവ്വതനിരകൾ കാണാം. ഗബാല വിൻ്റർ സ്പോർട്സിന് വളരെ പേരുകേട്ട സ്ഥലമാണ്. തന്നെയല്ല, അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലേക്കുണ്ട്. അതുപോലെ അടുത്തടുത്ത് 7 ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്. എല്ലാം കൂടി പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് ഗബാല. അടുത്ത ദിവസം ഞങ്ങൾ പോയത് ഷെക്കി എന്ന ടൗണിലേക്കാണ്. അവിടെ 18th സെഞ്ച്വറി രാജാക്കന്മാരുടെ ഒരു സമ്മർ പാലസ് കാണുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകത അത് മുഴുവനും സ്റ്റെയിൻ ഗ്ലാസ് കൊണ്ടും അതുപോലെ തന്നെ മരപ്പണി കൊണ്ടും പ്രത്യേകതയുണ്ട്. ഈ മരപ്പണി എല്ലാം ഒരു ആണി പോലും ഒരു നെയില് പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രത്യേക തരത്തിലുള്ള ജോയിൻസ് ആണ് അവിടെ മരത്തിന് ഉപയോഗിക്കുന്നത്. വലിയ വലിയ അലങ്കാരപ്പണികൾ പക്ഷേ ഒറ്റ നെയില് അല്ലെങ്കിൽ ആണികൾ ഉപയോഗിക്കാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്തരം വർക്ക് ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള കുടുംബങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലെ മൂലകളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരുടെ പണിശാലകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത്തരത്തിലുള്ള ഈ തടി കൊണ്ടുള്ള ജോയിൻസ് നിർമ്മിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അത് നമുക്കൊരു കാഴ്ചയാണ്. വളരെ വലിയ ഒരു പാലസ് ഒന്നും അല്ലെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി നമ്മളെ അത്ഭുതപ്പെടുത്തും. അസർബൈജാൻ്റെ വേറൊരു പ്രത്യേകത, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ട് ചെയ്തിരുന്ന സിൽക്ക് റൂട്ട് അസർബൈജാൻ വഴിയാണ് കടന്നു പോയിരുന്നത്. അതൊരു വ്യാപാര പാതയായിരുന്നു. ഇപ്പോൾ ധാരാളം ഒട്ടകങ്ങളും കുതിരകളും ആയിട്ടുള്ള കച്ചവട സംഘങ്ങൾ ഈ റൂട്ടിൽ കൂടെ കടന്നു പോയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇടത്താവളമായിട്ട് രാത്രി താമസിക്കാനായിട്ടുള്ള കാരവൻസ് ഇവിടെ കാണാം. അതിൽ ഒരു കാരവൻ നമ്മൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അത് ഒരു 4 കെട്ട് പോലുള്ളൊരു സ്ഥലം. അതിൽ ഒരു 2 നില കെട്ടിടം, വളരെ പുരാതനമാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ നമ്മൾ പറയാറ് നമ്മുടെ ഇന്നത്തെ ലോഡ്ജ് മുറികൾ പോലെയുള്ള റൂംസും പിന്നെ ഭക്ഷണശാലയും, താഴെ ഗ്രൗണ്ടിൽ ഒട്ടകങ്ങളെ പാർപ്പിക്കാനുള്ള യാർഡും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും അവരതൊരു കാഴ്ച വസ്തുവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. അന്ന് വൈകുന്നേരം അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ പുരാതന നൃത്തം, അസർബൈജാനി ഡാൻസ് ഡിന്നറിനൊപ്പം കാണാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ 4 ദിവസത്തെ അസർബൈജാൻ സന്ദർശനത്തിന് ശേഷം അടുത്ത ദിവസം ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്ത് ജോർജിയയിൽ എത്തുകയാണ് ഉണ്ടായത്.